നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി വിറപ്പിക്കാൻ പ്രതിപക്ഷ നിരയിൽ ഒരേ ഒരുത്തനെ ഉള്ളുവെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എടോ വിജയ വിളി വീണ്ടും ഉയർന്നു. മറക്കില്ല ഈ ദിവസം, തിരിച്ചടിക്കും, അത് വിജയനും കൂട്ടരും താങ്ങില്ലെന്ന രാഹുലിന്റെ വെല്ലുവിളി. CPM നരഭോജികൾ, തീവ്രവാദികൾ എന്ന് പച്ചയ്ക്ക് വിളിച്ച രാഹുലിന് പിന്നിൽ അണിനിരന്ന് യൂത്ത് കോൺഗ്രസ്, KSUക്കാർ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷി ദിനത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ ഒരു ശബ്ദം ഉയർന്നില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ CPM-നിട്ട് കയറി പൊട്ടിച്ച് ഇരുവരുടെയും രക്തസാക്ഷി ദിനത്തിൽ രംഗത്തേക്ക് വന്നത്. ഒരൊറ്റ പോസ്റ്റ് ഇട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇട്ടും പൊട്ടിച്ചു. രാഹുൽ പങ്കുവച്ച പോസ്റ്റ് വൈറലാക്കി രാഹുൽ ആർമി. ഈ പോസ്റ്റിന് താഴെയാണ്, കണ്ടോ സതീശ, അധികാര കസേര പിടിക്കാൻ നിങ്ങൾ ഓടി നടക്കുമ്പോൾ ഒരുത്തൻ സ്വന്തം സഹപ്രവർത്തകരെ അവരുടെ രക്തസാക്ഷി ദിനത്തിൽ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്നുള്ള വലിയ ശബ്ദം ഉയരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഇയാൾ ഈ പാർട്ടിയിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. പുതിയുഗ യാത്രയുടെ തിരക്കിലാണ് VD സതീശൻ. പക്ഷേ ഈ ദിവസം ഒരു കോൺഗ്രസുകാരനും മറക്കരുതായിരുന്നുവെന്ന് പലരും ഓർമ്മപ്പെടുത്തുന്നു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ശബ്ദമായി മാറുകയാണ് രാഹുൽ ചെയ്തത്. രാഹുലിന്റെ ആ പോസ്റ്റ് ഇങ്ങനെ: ഒരു പ്രസ്ഥാനത്തെ നമുക്ക് എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും? ജീവന് തുല്യം. എന്നാൽ ജീവനേക്കാൾ പ്രസ്ഥാനത്തെ സ്നേഹിച്ച മനുഷ്യരുണ്ട്, അവരാണ് രക്തസാക്ഷികൾ. അവരെക്കാൾ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടവർ വേറെ കാണില്ല. അവരുടേതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് അനശ്വര രക്തസാക്ഷികൾ. ശരത്തിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ വാർഷികമാണ്. CPM എന്ന നരഭോജി തീവ്രവാദ സംഘടന തലയോട്ടി വെട്ടിത്തകർത്ത് കൊന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം. രാഷ്ട്രീയത്തെ തൊഴിലായി കണ്ട, പ്രസ്ഥാനത്തിലെ അവസരം കുറയുമ്പോൾ മറ്റു പാർട്ടിക്കാരെ മണിയടിക്കുന്ന ശങ്കറുമാർക്ക് അത് മനസ്സിലാകണം എന്നില്ല. ആ മണിയടിക്കാരൊക്കെ വന്നു പോകുമ്പോഴും ഈ പാർട്ടി ഇങ്ങനെ നിലനിൽക്കുന്നത് ഇത് ഷുഹൈബിന്റെയും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അവർക്ക് പ്രധാനം അധികാരമല്ല. സെക്രട്ടേറിയറ്റിലെ ഭരണക്കൊടിയില്ലെങ്കിലും അവരുടെ നാട്ടിലെ കൊടിമരത്തിലെ കൊടിയുടെ നിറമൊന്നു മങ്ങിയാൽ അത് നോവ് ഉയർത്തുന്ന ആ മനുഷ്യരാണ് ഈ പാർട്ടി. രക്തസാക്ഷി ഉണ്ടായാൽ ഫണ്ട് അടിച്ചു മാറ്റാമല്ലോ എന്ന് കരുതുന്ന മധുസൂദന പാർട്ടിക്കാർക്കും അത് മനസ്സിലാകില്ല. രക്തസാക്ഷികൾ അനശ്വരന്മാർ. മറക്കില്ല മാർക്സിസ്റ്റ് ഈ കൊലവെറിയുടെ ഓർമ്മ. ഇതായിരുന്നു രാഹുൽ പങ്കുവച്ച കുറിപ്പ്. ഇതിന് താഴെ രാഹുൽ നിങ്ങളെ ഈ പ്രസ്ഥാനത്തിന് വേണമെന്ന് അലമുറയിട്ട് കുറെ പേർ രംഗത്ത്. സതീശനിട്ട് തലങ്ങും വിലങ്ങും അടി കിട്ടുന്നുമുണ്ട്. രക്തസാക്ഷികളെ മറന്നുകൊണ്ടാകരുത് പാർട്ടിയുടെ പോക്കെന്നാണ് ഓർമ്മപ്പെടുത്തൽ. പിന്നെ പതിവ് പോലെ രാഹുലിനെ തെറിവിളിക്കാൻ കമ്മിക്കൂട്ടവും പോസ്റ്റിന് താഴെ അണിനിരന്നു. രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കി തിന്നുന്ന കമ്മികൾ കുറയ്ക്കേണ്ടാന്ന് അവർക്ക് മറുപടി കൊടുത്ത് രാഹുൽ അനുകൂലികൾ. വയനാട് ദുരന്തബാധിതരുടെ പേരിൽ മുക്കിയ കാശെടുത്ത് ഗർഭം കലക്കിയവരെ താങ്ങുന്ന നീയൊക്കെ കുറയ്ക്കാതെടാന്ന് CPM സൈബർ ഗ്രൂപ്പുകാരും യുദ്ധം. നീ ഇല്ലാതാക്കിയ ആ കുഞ്ഞുങ്ങളും ഗർഭഛിദ്രം നടത്തിയ കുഞ്ഞുങ്ങളും രക്തസാക്ഷികളാണ്. അതിന് നീ എവിടെ പോയി പരിഹാരം ഉണ്ടാക്കും എന്ന് വീണ്ടും കമ്മികൾ. ഇങ്ങനെ കുറെ എണ്ണം. രാഹുൽ പോസ്റ്റ് ഇട്ടാൽ ഉടനെ തുടങ്ങും കരച്ചിലോട് കരച്ചിൽ. വല്ല പണിക്കും പോടെ, നീയൊക്കെ കുറെ ശ്രമിച്ചല്ലോ, ഒന്നും നടന്നില്ലല്ലോ, അയാൾ ഇന്നും പാലക്കാടിന്റെ MLA ആണെന്ന് കമ്മികൾക്ക് വീണ്ടും മറുപടി കൊടുക്കുകയാണ് രാഹുലിന്റെ ആർമി. കോൺഗ്രസിൽ നിന്ന് ഒരാളെങ്കിലും ശരത് ലാലിനെയും കൃപേഷിനെയും ഓർത്തല്ലോ എന്നാണ് കോൺഗ്രസ് അനുഭാവികൾ പറയുന്നത്. ഈ ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെയുള്ള താക്കീതാണ്. VD സതീശൻ ഓർക്കുക, ഇതുപോലെയുള്ള നേതാക്കളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഈ പാർട്ടിക്ക് വേണ്ടവരെ, ഈ പാർട്ടിയെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവരെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്നും ഞങ്ങൾ അതിന് അനുവദിക്കില്ല എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസുകാർ വെടിപൊട്ടിക്കുന്നത്. യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും ഒക്കെ ഈ പോസ്റ്റിന് താഴെ പറയുന്ന ഒരു കാര്യമുണ്ട്. തെരുവിൽ കിടന്ന് ഞങ്ങൾ തല്ലുകൊള്ളുമ്പോൾ CPM-നെതിരെയും ഈ ഭരണകൂടത്തിനെതിരെയും അവരുടെ നെറുകേടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം നടത്തുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോലീസിന് കിട്ടുന്ന നിർദ്ദേശം അവന്മാരെ അങ്ങ് തല്ലി കൊന്നേക്കൂ എന്നാണ്. പോലീസിന്റെ ലാത്തിക്ക് അടികിട്ടി നടു റോഡിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളോടൊപ്പം ആ റോഡിൽ ഉണ്ടായിരുന്ന നേതാക്കളാണ് രാഹുലും ഷാഫിയും ഒക്കെ. ആ രാഹുലിനെയാണ് നിങ്ങൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ അതിനനുവദിക്കില്ല എന്നും അയാളെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണമെന്നും യൂത്ത് കോൺഗ്രസുകാർ പറയുന്നു. VD സതീശൻ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോഴും സതീശന് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണാനാണ് നേരം. പിന്നെ എവിടെയാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സമയം കിട്ടുന്നതെന്നും അപ്പോഴൊക്കെയും ഓടി വന്നിട്ടുള്ളത് രാഹുലാണെന്നും ഈ രാഹുലിനെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും അവർ ഉയർത്തി കാണിക്കുകയാണ്. എന്തായാലും ഒരിഞ്ച് മെരുങ്ങാതെ രാഹുൽ CPM-ന് നേരെ ചാട്ടുളി പോലെ നിൽക്കുകയാണ്. സതീശന് കഴിയുമോ ഇങ്ങനെ പിണറായിയെ വിറപ്പിക്കാൻ എന്നാണ്
മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും അവന്റെ കൊഴുപ്പ് അടങ്ങുന്നില്ല എന്നാണ് CPM-ന്റെ രോദനം. രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചിരുത്തി മാരത്തൺ ചോദ്യം ചെയ്യൽ ഒരു വഴിക്കൂടെ നടക്കുകയാണ്. അതിനിടയിലാണ് ശരത്തിനും കൃപേഷിനും വേണ്ടി രാഹുൽ സംസാരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാരത്തൺ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ പറയേണ്ടവർക്കൊക്കെ നല്ല ഒന്നാം തരം മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിനെ പിണറായി വേട്ടയാടുന്നു എന്ന ചിത്രം ജനങ്ങളിലേക്ക് പതിയുകയാണ്. രാഹുലിന്റെ ഫോൺ പരിശോധിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തി, അതിജീവിതമാരുടെ ഫോൺ പരിശോധിക്കാനോ അവരുടെ വൈദ്യപരിശോധന നടത്താനോ ഒന്നും പോലീസ് കാണിക്കാത്തത് എന്തേന്നാണ് ചോദ്യം. അതിജീവിതമാരുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്ന് ജനം പച്ചയ്ക്ക് പറയുന്നു. ആ ചാറ്റുകൾ പൂർണ്ണമായും അവർ പുറത്തുവിടട്ടെ എന്ന് രാഹുൽ വെല്ലുവിളിച്ചല്ലോ. എന്നിട്ടും എന്തേ അതിജീവിതമാർ തയ്യാറാകാത്തതെന്ന ചോദ്യം പരാതിക്കാരികൾക്ക് നേരെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പിണറായി പോലീസിന്റെ വേട്ടയ്ക്കിടയിലും തന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി സംസാരിക്കാൻ അയാൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് പുറമെയല്ല, അയാളുടെ ഉള്ളിലാണ് ഈ പ്രസ്ഥാനം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ചെവി തുറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന മൂത്ത നേതാക്കൾ ഇനിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ മറുപടി കൊടുക്കുന്നത്. CPM-ന്റെ ഏറ്റവും മൃഗീയമായ കൊലപാതകങ്ങളായിരുന്നു ശരത് ലാലിന്റെയും കൃപേഷിന്റെയും. വടിവാളും മഴു പോലുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുള്ള അതിക്രൂരമായ ആക്രമണത്തിലാണ് കൃപേഷും ശരത് ലാലും കൊല്ലപ്പെട്ടത്. കൃപേഷിന്റെ തലയിൽ വെട്ടേറ്റ് 13 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റിരുന്നു. തലച്ചോർ പിളർന്നു. ശരത് ലാലിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ 20 വെട്ടേറ്റു. നെറ്റിയിലും വലത് ചെവി മുതൽ കഴുത്ത് വരെയുമായി 23 സെന്റിമീറ്റർ നീളത്തിലുള്ള മുറിവുണ്ടായി. പകുതിയിലധികം വെട്ടും കാൽമുട്ടിന് താഴെയായിരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരോടുള്ള CPM-ന്റെ വിരോധത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പെരിയ ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിന്റെ വിചാരണയിലെ സാക്ഷിമൊഴികളിൽ ഇക്കാര്യം ഒന്നിലേറെ തവണ ചർച്ചയായി. 2019 ജനുവരി 2-ന് പുലർച്ചെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചു. തുടർന്ന് വലിയ വിവാദമുണ്ടായി. അന്ന് ശരത് ലാലിന്റെ നേതൃത്വത്തിൽ പെരിയ കല്യോട്ട് പ്രതിഷേധ പ്രകടനം നടന്നു. CPM നേതൃത്വം നൽകുന്ന മുന്നാട് പീപ്പിൾ കോഓപ്പറേറ്റീവ് കോളേജിലെ 2 വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുത്തത് CPM-നെ ചൊടിപ്പിച്ചു. ഇവരുടെ ഫോട്ടോ CPM പ്രവർത്തകർ മുന്നാട് കോളേജിലെ SFI പ്രവർത്തകർക്ക് അയച്ചു കൊടുത്തു. ഈ വിദ്യാർത്ഥികളെ ജനുവരി 4-ന് മുന്നാട് കോളേജിലെ SFI-കാർ തല്ലി. ഇത് ചോദ്യം ചെയ്ത് ശരത് ലാലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ കല്യോട്ട് വെച്ച് വൈകിട്ട് കോളേജ് ബസ് തടഞ്ഞു. ഈ സംഘർഷത്തിൽ കൈ പൊട്ടിയെന്ന് പറഞ്ഞ് ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിന്റെ പ്രതികാരത്തിന് CPM പ്രവർത്തകർ സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി. തുടർന്നാണ് ആക്രമണത്തിന്റെ പദ്ധതി തയ്യാറാക്കിയത്. ശരീരമാസകലം വെട്ടേറ്റ ശരത് ലാല് സംഭവ സ്ഥലത്തും തലയ്ക്ക് വെട്ടേറ്റ കൃപേഷ് പിന്തിരിഞ്ഞോടി സമീപത്തെ ചെറിയ ചാലിന് സമീപവും വീണു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ജീപ്പിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശരത് ലാലിന്റെ സഹോദരി അമൃത ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കണ്ട് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ഇരുവരും മരണത്തിന് കീഴടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.